മകന്റെ മരുമകളുടെ പീഡനം സഹിക്കാൻ കഴിയാത്ത രക്തസാക്ഷി ക്യാമറ വെച്ച് വോയിസ് റെക്കോർഡിങ് നടത്തി അങ്ങോട്ടിരുന്നിട്ട് മരുവളും മരുവനും കൂടി കേൾക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നിർത്തിക്കോ. ഞാനടക്കമുള്ള ആൺകുട്ടികളോടാണ് പറഞ്ഞു തുടങ്ങുന്നത്. താഴെയുള്ള മകൻ തറവാട് വീട് പൊളിച്ചു. എന്നെയും എന്റെ മക്കളെയും കുറിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർന്നില്ലേ? ഇനി എന്താണ് ഉമ്മക്ക് ഞങ്ങളെ പറ്റി പറയാനുള്ളത്? സ്നേഹപൂർവ്വം സ്വാഗതം. പറയാൻ ബാക്കി വെച്ചതല്ല, പറഞ്ഞതിന്റെ തുടർച്ചയുമല്ല, പക്ഷെ പറയിപ്പിക്കുകയാണ് പല മക്കളും. പറയണ്ട എന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി കരുതിയതാണ്. പക്ഷേ ഇന്നലത്തോടുകൂടി ഉറപ്പിച്ചു ഒന്ന് പറയണമെന്ന്. ഒരു രക്തസാക്ഷി ഇന്നലെ ജനിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. ഞാനടക്കമുള്ള ആൺകുട്ടികളോടാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഇന്നലെ കൂട്ടുകാരന്റെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. 3 ആൺമക്കളും ഒരു പെൺകുട്ടിയുമുള്ള പ്രിയപ്പെട്ട ഉമ്മ. താഴെയുള്ള മക്കൾക്ക് വീട് നൽകണം എന്നൊരു ആചാരം നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. എവിടുന്ന് വന്നു എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ആ ആചാരം ഇപ്പോൾ വലിയ പ്രതിസന്ധിയും പ്രയാസവും പല ഉമ്മമാർക്കും ഉപ്പമാർക്കും സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് ഇന്നലെ ജനിച്ചത്. കാര്യത്തിലേക്ക് വരാം. താഴെയുള്ള മകൻ തറവാട് വീട് പൊളിച്ചു. പുതിയൊരു 4000 സ്ക്വയർ ഫീറ്റിൽ ഒരു മണിമാളിക പണിതു. അവിടെ 2 വാച്ച്മാൻമാരെ നിർത്തി. അത് പ്രിയപ്പെട്ട ഉമ്മയും 70 വയസ്സ് കഴിഞ്ഞ ബാപ്പയുമാണ്. ചുറ്റും ക്യാമറയുണ്ട്. ഉമ്മയുടെയും ബാപ്പയുടെയും പ്രൊട്ടക്ഷന് വേണ്ടി മകൻ ചെയ്തതാണ്. അവനും അവന്റെ ഭാര്യയും അവന്റെ പ്രിയപ്പെട്ട മക്കളും അങ്ങ് ദുബായിലാണ്, പ്രവാസ ലോകത്ത്. മക്കൾക്ക് പഠിക്കണം, അവന് ജോലിക്ക് പോണം, അതുകൊണ്ട് കൊണ്ടുപോയതാണ്. പലപ്പോഴും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒക്കെ അസുഖമാകുമ്പോ മോള് വരും, എന്താണ് വിശേഷങ്ങൾ എന്നറിയാൻ. അത് കഴിഞ്ഞ് അവൾ പോവുകയും ചെയ്യും. ഭർത്താവ് നാട്ടിലാണ്, മക്കൾക്ക് പരീക്ഷയാണ്, അവൾക്ക് ഇവിടെ വന്ന് എപ്പോഴും നിൽക്കാൻ കഴിയില്ലല്ലോ. ഏകദേശം 1 മാസത്തോളമായി മകൻ ഫോൺ ചെയ്തിട്ട് വിളിക്കുന്നില്ല. അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. കുറെ തവണ ഈ ഉമ്മ ആരുടെയൊക്കെയോ കനിവ് കൊണ്ട് വിളിച്ചു. കാരണം ഉമ്മക്ക് വിളിക്കാൻ അറിഞ്ഞുകൂടാ. പലരെയും വിളിച്ച് എടാ മോനെ, എന്റെ മോൻക്കൊന്ന് വിളിക്കടാ എന്ന് പറയും. അങ്ങനെ ഫോൺ ചെയ്യും, പക്ഷേ അവൻ എടുക്കില്ല. ഏകദേശം 15 ദിവസം മുമ്പാണ് അവൻ തിരിച്ചു വിളിക്കുന്നത്. അവൻ ചോദിച്ചു, എന്നെയും എന്റെ മക്കളെയും കുറിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർന്നില്ലേ? ഇനി എന്താണ് ഉമ്മക്ക് ഞങ്ങളെ പറ്റി പറയാനുള്ളത്? ഉമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. ഉമ്മ ചോദിച്ചു, എന്താണ് നീ പറയണത്? ഞാന് ഒന്നും പറയാൻ വിളിച്ചതല്ലട്ടാ, പാപ്പാക്ക് മരുന്ന് വാങ്ങാനുണ്ട്, ആ പൈസ മറക്കണ്ട. അറ്റാക്ക് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഏകദേശം 4000 രൂപ ഒരു മാസം മരുന്നിന് ചെലവുണ്ട്. വാപ്പ ഏകദേശം 10 ദിവസമായി മരുന്ന് കഴിച്ചിട്ട്. ഞാൻ കടം വാങ്ങാൻ പറഞ്ഞു നോക്കി വാപ്പാനോട്. വാപ്പ പറയണത്, ഈ മണിമാളിക കഴിയണ ഞാൻ എങ്ങനെയാടി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കടം വാങ്ങുന്നതെന്നാ ചോദിക്കുന്നത്. ഇപ്പം മരുന്ന് കഴിച്ചിട്ട് 10 ദിവസമായി, അതൊന്നും എന്നോട് പറയാനാ ഇത്ര ദിവസമായിട്ട് ഞാൻ വിളിച്ചിരുന്നത്. ആ ഉമ്മ ഒരു ഇറ്റ് കണ്ണീർ വാർത്തുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നീട് അവരുടെ മകൾ വന്നു. മകൾ വന്നപ്പോ മോന് വിളിച്ച കാര്യം പറഞ്ഞു. അവൻ ദേഷ്യത്തിലാണ്, ഫോൺ വിളിച്ചെടുക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. ആ സമയത്താണ് മകളുടെ മകൻ, +1 പഠിക്കുന്ന മകൻ പറയണത്, മമ്മ നിങ്ങൾ ഇവിടെ പറയണതൊക്കെ മാമനും അമ്മായും അവിടെ ഇരുന്നിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. മമ്മ നിങ്ങളിവിടെ ചെയ്യണത് മാത്രമല്ല, നിങ്ങളിവിടെ പറയണതെല്ലാം മാമനും മാമിയും ഇരുന്ന് അവിടുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത് വോയിസ് കൂടി കിട്ടുന്ന ക്യാമറയാട്ടോ മാമന് ഇവിടൊക്കെ വെച്ചിരിക്കണേന്ന്. അപ്പോഴാണ് 60 വയസ്സ് കഴിഞ്ഞ ആ പാവപ്പെട്ട ഉമ്മ കാര്യം തിരിച്ചറിയണത്. എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലും മരുമകളെ പറ്റി ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയും. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ആഴ്ചയിൽ 2 ദിവസം വീട് വൃത്തിയാക്കാൻ വരുന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ചോദിച്ചത്, അല്ല താത്ത, നിങ്ങളുടെ മരുമകളോട് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞൂടെ? അവൾക്ക് അവിടെ ജോലിയൊന്നുമില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ അവിടൊക്കെ സ്കൂള് പൂട്ടിയെന്നാ പറയണ കേൾക്കണത്. ഈ പാവം ഉമ്മ പറഞ്ഞു, അല്ല അവൻക്ക് ജോലിക്ക് എന്തെങ്കിലും പോവാണ്ടാവും,
അവനക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണ്ടേ, ഉണ്ടാക്കി കൊടുക്കണ്ടേ, അവളുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നിൽക്കായിരുന്നു. പിന്നെയും ഈ ചേച്ചി പറഞ്ഞു, അല്ലമ്മ, നിങ്ങൾക്ക് വയ്യാത്തതും ഉപ്പാക്ക് വയ്യാത്തൊക്കെ മോൻക്ക് അറിയണല്ലേ, ഒന്ന് നിർത്തിക്കൂടെ എന്ന്. അറിയാതെ എന്തോ ഈ ഉമ്മയുടെ വായിൽ നിന്ന് മരുമോളെ പറ്റി പറഞ്ഞു പോയി. പക്ഷേ അതെല്ലാം അങ്ങ് പ്രവാസ ലോകത്തിരുന്ന് ഇവനും ഇവളും സുന്ദരമായി കേട്ടു. നിങ്ങളമ്മേ എന്നെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇനി നിങ്ങൾ ഉമ്മാക്ക് ഇനി വിളിക്കാൻ നിൽക്കരുത്. വാപ്പ കുറച്ച് അനുഭവിക്കട്ടെ, മരുന്നിന് പൈസ പോലെ അയക്കാക്കരുത്. നിങ്ങൾ മാത്രമല്ലല്ലോ മക്കളുള്ളത്, വേറില്ലേ രണ്ടാൺകുട്ടികള്, അവരെ നോക്കണില്ലല്ലോ. ഇതാണ് അവളുടെ വർത്തമാനം. അന്ന് തന്നെ പേരക്കുട്ടിനെ കൊണ്ട് മോൻക്ക് വിളിച്ചു. എടാ ഇവിടെ ഇന്നെ നോക്കാൻ ക്യാമറ എന്നിട്ട് എന്റെ വർത്താനം മുഴുവനും ഊറ്റിയെടുക്കാനുള്ള ക്യാമറയല്ലേ വെച്ചിക്കണേ എന്ന് ചോദിച്ചു. മറുപടി പറഞ്ഞത് മരുമകളാണ്. നിങ്ങളെ തനി സ്വഭാവേ ഇപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. ഇത് പറഞ്ഞു അവനും അവളും ഫോൺ വെച്ചു. ആ ഉമ്മ പതിയെ പതിയെ കരയാൻ തുടങ്ങി. പതിയെ പതിയെ അവരുടെ ശ്വാസത്തിന്റെ മിടിപ്പിന്റെ വേഗത കുറഞ്ഞു. തല ചുറ്റി വീണു. അയൽവാസികൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 6 ദിവസം ICUയിലും വെന്റിലേറ്ററിലുമായി കഴിഞ്ഞു. പിന്നീട് ഈ ലോകത്തോട് ആ ഉമ്മ വിട പറഞ്ഞു. മരുമകളുടെ പീഡനം സഹിക്കാൻ കഴിയാത്ത രക്തസാക്ഷി. എൻ്റെ പ്രിയപ്പെട്ട ആൺമക്കളോട് പറയാനുള്ളത്, നിങ്ങൾ വലിയ കൊട്ടാരം പോലത്തെ വീട് വെച്ചിട്ടുണ്ട്, ക്യാമറ വെച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളെ നോക്കിയ പോലെ, നിങ്ങളെ ഗർഭപാത്രത്തിൽ കൊണ്ടു നടന്നതുപോലെ, നിങ്ങൾ 1 വയസ്സും 2 വയസ്സും ഒക്കെ ആകുമ്പോ നിങ്ങളെ നോക്കിയ പോലെ നോക്കാൻ എത്ര കോടി ചെലവഴിച്ചാലും മോനെ നമുക്ക് കഴിയൂലടാ. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മക്കയിൽ നിൽക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ വരുന്നത്. അബ്ദുറഹ്മാൻ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഷാമിൽ നിന്ന് തോളിലേറ്റിയിട്ട് ദാ ഈ മക്കയിൽ വന്നു, ഉംറ നിർവഹിച്ചു. ഏകദേശം 2000-ഓളം കിലോമീറ്റർ എൻ്റെ ഉമ്മയെ ഞാൻ തോളിലേറ്റി നടന്നു. എൻ്റെ ഉമ്മ എന്നെ 10 മാസം ഗർഭിച്ചു വന്നതിന് അത് തുല്യമായിട്ടുണ്ടോ തങ്ങളെ എന്ന് ചോദിക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ കൊടുക്കുന്ന മറുപടിയുണ്ട്. എടാ മോനെ, 2000 കിലോമീറ്റർ അല്ല, 2 ലക്ഷം കിലോമീറ്റർ നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചെ തോളിലേറ്റിയാലും നിന്റെ ഉമ്മ നിന്നെ 10 മാസം ഗർഭിച്ചുമെന്നതിന് അത് തുല്യമാവില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ, അവർക്ക് നൽകുന്നതൊന്നും ഒന്നിനും തുല്യമേ ആകില്ല. അതുകൊണ്ട് ഉള്ളിൽ ക്യാമറ വെച്ച് വോയിസ് റെക്കോർഡിങ് നടത്തി അങ്ങോട്ടിരുന്നിട്ട് മരിയോളും മരിയോനും കൂടി കേൾക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നിർത്തിക്കോണം. ആ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും കുറച്ച് സമാധാനം കൊടുത്തോണം നിങ്ങൾ. അത് കേട്ടിട്ട് മരിയോളെ വാക്ക് കേട്ടിട്ട് തുള്ളിച്ചാട്ടുന്ന കൊരങ്ങാവേ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ നീ മാറരുത്. അവര് തന്ന പാലിന് പകരം കൊടുക്കാൻ നമ്മുടെ കോടാനാക്കോടി പണം കൊണ്ടോ നമ്മുടെ AC ഇട്ട റൂം കൊണ്ടോ മണിമാളിക കൊണ്ടോ തീരൂലടാ. അതുകൊണ്ട് തന്നെ പപ്പാനും ഉമ്മാനും സങ്കടപ്പെടുത്താതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയിക്കാനാകും. അതല്ല ഏത് ലോകത്ത് നരകിച്ച് മരിക്കണം എങ്കിൽ പപ്പാനും ഉമ്മാനെയും സങ്കടപ്പെടുത്തിക്കോ, പ്രയാസപ്പെടുത്തിക്കോ. പപ്പാന്റെയും ഉമ്മാന്റെയും സുരക്ഷ യാണ് ഞങ്ങൾക്ക് മുഖ്യമെന്ന് പറഞ്ഞ് വീട്ടിന്റെ അകത്തെ ക്യാമറയുടെ വോയിസ് ഓൺ ചെയ്തവൻ ഇന്ന് മ്യൂട്ട് ചെയ്തോണം. ആ പാവപ്പെട്ടവർ പലപ്പോ ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിലും അറിയാതെ പലതും പറഞ്ഞെന്ന് വരാം. പക്ഷേ അതൊക്കെ പൊറുക്കാനും സഹിക്കാനും നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാടാ ആ ഉമ്മയുടെ കാൽച്ചുവട്ടിലെ സ്വർഗം നിനക്ക് ലഭ്യമാക്കുക? അവരുടെ കുരുത്തവും പൊരുത്തവുമാണ് ഇവിടെയും അവിടെയും നമുക്ക് വിജയം. ആ ഓർമ്മ എൻ്റെ പ്രിയപ്പെട്ട ആൺമക്കളെ നമുക്കുണ്ടാകണം. അവരുടെ കുരുത്തവും പൊരുത്തവും ജീവിതത്തിൽ നേടിവരുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.